ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കശുവണ്ടി തോരൻ. അങ്ങനെ നമ്മുടെ കശുവണ്ടി എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടി അതിൻ്റെ പരിപ്പെടുത്തു. ഈ പരിപ്പിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ തൊലി, ഈ പുറത്തെ തൊലി വേഗം പൊളിഞ്ഞു കിട്ടും. അങ്ങനെ നമുക്കതെല്ലാം പൊളിച്ചെടുത്ത് 2-3 പ്രാവശ്യം നന്നായി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കഴുകി വാരിയെടുക്കാം. ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിതിലിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടോ, വേഗം പൊളിഞ്ഞ് കിട്ടുന്നത്. പിന്നെ പിഞ്ച് കശുവണ്ടി ആയതുകൊണ്ടും വേഗം തൊലി പൊളിഞ്ഞ് കിട്ടും. അങ്ങനെ കശുവണ്ടീൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പരിപ്പെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇനി നമുക്കിതിന് തോരന് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് എടുക്കാം. കശുവണ്ടി തോരനാക്കാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കാന്താരി ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അധികം അരിഞ്ഞു പോകരുത്. മിക്സിയിലിട്ട് നമുക്ക് ചെറുതായി ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്ത തേങ്ങയും ഉപ്പും കറിവേപ്പിലയും വൃത്തിയാക്കിയെടുത്ത കശുവണ്ടി പരിപ്പും നമുക്കിനി വേവിക്കാം. അതിനൊരു കുക്കറെടുത്ത് അതിലേക്ക് ആദ്യം കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് തേങ്ങ, കാന്താരി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പ്, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം, നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് പരിപ്പെല്ലാം നന്നായി വെന്തു. ഈ കണക്കാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇവിടെ കടുക് വറുക്കുകയല്ല ചെയ്യുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ, ചൂടാക്കാത്ത വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഓഫാക്കി വെക്കും. നമുക്കിനി ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി അടച്ചു വയ്ക്കും. അങ്ങനെ നമ്മുടെ കശുവണ്ടി തോരൻ റെഡിയായി. എല്ലാവരും ഇതുപോലെ നാക്കി നോക്കണേ. ടാറ്റാ.